മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയായിരുന്നു. അങ്ങനെ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ സൃഷ്ടി നടത്തി. അപ്പോ നിന്റെ മൺകൂടാകുന്ന ശരീരത്തിലുള്ള യഥാർത്ഥ ലൈലയെ നീ അറിയുന്ന സമയത്ത് ഉണ്ടാകുന്ന നിന്റെ ജീവിതമാകുന്നു യഥാർത്ഥമായ ജീവിതം. മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല മായ ലോകത്തല്ലൊലീല മായ ലോകത്തല്ലൊലീല മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല മായ ലോകത്തല്ലൊലീല മായ ലോകത്തല്ലൊലീല കാണാതെന്നും ഇരിക്കുന്ന മാതേ കാണാതെന്നും ഇരിക്കുന്ന മാതേ കാറ് കേറിയാൽ കൊള്ളാമോ സീതേ കാണാതെന്നും ഇരിക്കുന്ന മാതേ കാറ് കേറിയാൽ കൊള്ളാമോ സീതേ താനം കണ്ണിലുണ്ണി തരണം എണ്ണി താനം കണ്ണിലുണ്ണി തരണം എണ്ണി പോറ്റും ലൈല മായ ലോകത്തല്ലൊലീല മായ ലോകത്തല്ലൊലീല മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല മായ ലോകത്തല്ലൊലീല മായ ലോകത്തല്ലൊലീല ലോകത്തല്ലൊലീല മായ ലോകത്തല്ലൊലീല അയിനത്തും ആരും എടുക്കാത്ത നന്മ അയിനത്തും ആരും എടുക്കാത്ത നന്മ അവളെ ഉനൈക്കാറുണ്ട് ഒന്ന് കാണാൻ അയിനത്തും ആരും എടുക്കാത്ത നന്മ അവളെ ഉനൈക്കാറുണ്ട് ഒന്ന് കാണാൻ താനെ കൊഞ്ചി കൊഞ്ചി തനിയെ കെഞ്ചി കെഞ്ചി താനെ കൊഞ്ചി കൊഞ്ചി തനിയെ കെഞ്ചി കെഞ്ചി പോറ്റും ലൈല മായ ലോകത്തല്ലൊലീല മായ ലോകത്തല്ലൊലീല മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല മായ ലോകത്തല്ലൊലീല മായ ലോകത്തല്ലൊലീല. നാലാർ ഈ രണ്ട് സംഗതികൾ ഒരുപാട് മലയാളം സൂഫി പാട്ടുകളിൽ വന്നതാണ്. ഈ നാല് എന്ന് പറയുന്നത് പ്രണയഭാജത്തെ പരാമർശിക്കുന്ന സത്യത്തിൽ സമയത്തുണ്ടാകുന്ന നാലിൽ പരിഗണനകൾ, അവൻ്റെ അസ്തിത്വം, അവൻ്റെ ഗുണങ്ങൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ, പിന്നെ അവൻ്റെ സൃഷ്ടി. ഈ നാലിലും സാധനങ്ങൾക്കിടയിൽ ആളുകളും മുങ്ങിപ്പോകാറുണ്ട്. നാലാർ എന്ന് പറയുന്നത് നാലും സാധനങ്ങളും, 4 6 എന്നുള്ളത് 24 എന്ന് ഉള്ള അർത്ഥ രഹസ്യങ്ങളുമാണ്.
നാലും കൊണ്ട് നാലാറിൽ മുഴുകി, നാലും കൊണ്ട് നാലാറിൽ മുഴുകി, നന്നായിട്ടർപ്പിച്ചുള്ളം കഴുകി, നാലും കൊണ്ട് നാലാറിൽ മുഴുകി, നന്നായർപ്പിച്ചിട്ടുള്ളം കഴുകി, താനെ തിന്മ തീർത്ത് നന്മ ചേർത്ത്, താനെ നന്മ തീർത്ത് തോനെ നന്മ ചേർത്ത്, എൻ്റെ ലൈല മായ ലോകത്തല്ലോ ലീല, മായ ലോകത്തല്ലോ ലീല, മനപ്രേമത്തിലെ മൺകൂടാണതിലെ, മനപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല, മായ ലോകത്തല്ലോ ലീല, മായ ലോകത്തല്ലോ ലീല, മായ ലോകത്തല്ലോ ലീല, മായ ലോകത്തല്ലോ ലീല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Judges, please note. Next correlator be on the stage. Hello. ശ്രദ്ധിക്കുക. വേദി 3-ൽ ജൂനിയർ വിഭാഗം കവിതാവതരണത്തിനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. Hello. Assalamu alaikum wa rahmatullahi wa barakatuh. വരികളിലൂടെ വായിച്ചാൽ മനസ്സിലാകാത്ത, മറ്റു ചിലപ്പോൾ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുള്ള വരികളിലൂടെ സഞ്ചരിച്ചാൽ അഗാധ അർത്ഥങ്ങളിലേക്കും അനുഭൂതിയിലേക്കും നമ്മെ നയിക്കുന്ന ആത്മകലയാണ് സൂഫിഗീതം. കലയെ കൊല വിളിക്കുന്നവർ സൂഫിഗീതത്തെയും പലിമസമാക്കിയിട്ടുണ്ട്. മലയാള സൂഫി സംഗീത ദായകയിലെ അതുല്യ വ്യക്തിത്വം അബ്ദുൽ ഖാദർ ഇച്ചമസ്താൻ തനതായ ഇസ്ലാമിക് രീതിയിൽ അവതരിപ്പിക്കുകയാണിവിടെ. ഇൻഷാ അല്ലാഹ്. കാഫ് നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ, കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ.
കാഫ് നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ, കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ. കാഫ് നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ, കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ. ഇച്ചമസ്താൻ മത്ത് പിടിപ്പിച്ചതാണ്. മത്ത് പിടിപ്പിച്ചതോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സൃഷ്ടി വൈവിധ്യങ്ങളുടെ ഒക്കെ ഏകനായ ഉടയവനിൽ ലയിച്ച് ഹൃദയ ചുംബനങ്ങൾ ആസ്പദമാക്കാൻ ഏകതുണ ഹബീബ് തങ്ങളാണ്. അനുയോജ്യമായ സഞ്ചാര ജീവിതത്തിന്റെ ആൾക്കങ്ങളും അർത്ഥവും നൽകാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ യോഗ്യനാവൻ ആരുണ്ട്? ഇച്ഛ പറയുന്നു. ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ, കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ. ആഫിയത്തു തടിച്ച ഖൽബിലു മാക്കിദീനിനെടുക്കുവാൻ, ആഫിയത്തു തടിച്ച ഖൽബിലു മാക്കിദീനിനെടുക്കുവാൻ ആദരർക്കനി സയ്യിദ് ഹളറത്ത് നല്ല മുഹമ്മദാ, ആദരർക്കനി സയ്യിദ് ഹളറത്ത് നല്ല മുഹമ്മദാ. കാഫ് നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ, കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ. കാഫ് നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ, കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ. സഞ്ചാരം നിലക്കുന്നില്ല. സൂഫിയാക്കൾ ലക്ഷ്യം തേടി അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ലൈല മജ്നുവിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. അവരുടെ പ്രണയം ദാരുണമായ അന്ത്യമുള്ളതായിരിക്കും. എന്നിട്ടും പ്രണയത്തിന്റെ അനന്തര പ്രതീകങ്ങളായി അവർ ലോകത്ത് വാഴ്ത്തപ്പെടുകയാണ്. ലൈല മജ്നുവിന്റെ ഈ അഗാധമായ പ്രണയം പല സൂഫി ധാർമ്മിക സന്തതികളിലും നമുക്ക് കാണാൻ കഴിയും. ഇബ്നു വലിയ എന്ന സൂഫി ഗാന എഴുത്തുകാരനിൽ വരികളിൽ പറയുന്നു: നിന്റെ മൺപൂടാകുന്ന ശരീരത്തിൽ നിന്ന് അറിയുന്ന യഥാർത്ഥ ലൈലയെ അറിയുന്ന സമയത്തുണ്ടാകുന്ന ആ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. മാനി പ്രേമത്തിലെ മൺകൂടാണതിലേ മേയും ലൈല മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല. മാനി പ്രേമത്തിലെ മൺകൂടാണതിലെ, മാനി പ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക, വേദി ഒന്നിൽ നടക്കുന്ന ജനറൽ വിഭാഗം ഭക്തിഗീതത്തിന് ശേഷം സബ് ജൂനിയർ വിഭാഗം സ്റ്റോറി ടെല്ലിംഗ് മത്സരമാണ്. അതിനുള്ള വിദ്യാർത്ഥികൾ തയ്യാറായി നിൽക്കുക. വേദി 2-ൽ ജൂനിയർ വിഭാഗം വാങ്ങിനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദി 2-ൽ എത്തിച്ചേരേണ്ടതാണ്. വേദി 3-ൽ സീനിയർ വിഭാഗം കവിതാവതരണം ഇംഗ്ലീഷിലുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദി 3-ൽ എത്തിച്ചേരേണ്ടതാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ C on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നീ വെറുമൊരു ബീജത്തുള്ളി, കാഴ്ച കേൾവി ചലന ബോധങ്ങളില്ലാത്ത ഒരു തുള്ളി. ആ തുള്ളി തന്നെ നീ ഇപ്പോഴും സ്വയം കാഴ്ച കേൾവി ചലന ബോധങ്ങളില്ലാത്ത നീ. അതിൻ്റെ ശീഘ്ര പ്രവാഹം കൊണ്ട് അതെല്ലാം നിന്റേതെന്ന് നിനക്കുന്നു. നിന്റേതെന്ന് കരുതുന്ന നിന്നെ ഒന്ന് തള്ളി നോക്ക്. അപ്പോൾ നീ എന്ന രഹസ്യം കാണാം. നീ എന്ന കള്ളി അപ്പോൾ വെളിച്ചത്താകും. കാണുന്ന ഈ ഒരു തുള്ളി, കാണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമോ തെല്ലി തെല്ലി, ആകെ നീ നിന്നെ തള്ളി. കാണാത്തതെന്താ കള്ളി? പട്ടിൽ പൊതിഞ്ഞൊരു രാഗം കൂടെ വീടാത്ത നേരം, പട്ടിൽ പൊതിഞ്ഞൊരു രാഗം കൂടെ വീടാത്ത നേരം, കാണുക നീ പതിവാലേ നിന്നെ താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട്. പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ, സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ. അവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം, അവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം, അല്ലാഹുവിനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്നെ. ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി, ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി. അല്ലാഹുവിനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്നെ, പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ. അവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം, അവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം, അല്ലാഹുവിനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്നെ. ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി, ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി. അല്ലാഹുവിനെ ഓർക്കുവാനായി മറക്കല്ലേ, സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ. അനീതിയാലും അക്രമത്താലും അധർമ്മത്താലും അന്ധകാരം മൂടുന്ന ഈ ലോകത്ത് യഥാർത്ഥ മനുഷ്യനെ തേടിയുള്ള പട്ടാപ്പകലുള്ള യാത്രയാണിത്.
തന്നാൽ മറ്റൊരാൾ നിർഭയനാകുന്നതുവരെ ഒരാൾ മുസ്ലിം ആവുകയില്ല അഥവാ മനുഷ്യനാവുകയില്ല എന്ന തിരുവാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നു. പലരും നമ്മളെ മക്കാറാക്കണ്, പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ പലരും നമ്മളെ മക്കാളാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പവിഴപ്പുറ്റുകളെന്നു നിരീച്ചത് പാമ്പിൻ പുറ്റുകളാണ്, പവിഴപ്പുറ്റുകളെന്നു നിരീച്ചത് പാമ്പിൻ പുറ്റുകളാണ്. പനിനീർ ചോലകളെന്നു നനച്ചത് കണ്ണീർ ചാലുകളാണ്, പനിനീർ ചോലകളെന്നു നനച്ചത് കണ്ണീർ ചാലുകളാണ്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ ഇഷ്കിന്റെ മായാലോകത്തിലേക്ക് ഉസ്താദ് അഷ്റഫ് പാലപ്പെട്ടിയുടെ വരികളിലായി ന്യൂജൻ കാലഘട്ടത്തിലായി ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി കാവ്യഭാഷയിലൂടെ നമുക്ക് മനസ്സിലാകും വിധം തയ്യാർ ചെയ്ത വരികൾ നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് റിസ്കുള്ള ഇഷ്ക്. ഇഷ്ക് 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 ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക്, ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക്. ഇഷ്ക് 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 ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക്, ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക്. മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക്, മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക്. ഇവൻ അല്ലാഹുവിനെ കിട്ടൽ റിസ്ക്. ഇഷ്ക് 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 ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക്, ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക്.
ഇഷ്ടം പോലെ നടന്നു നടന്നിട്ടെങ്ങോട്ടാണീ പോക്ക് ആ എങ്ങോട്ടാണീ പോക്ക് ആ എങ്ങോട്ടാണീ പോക്ക് നഷ്ടക്കച്ചവടക്കാരെ കൊണ്ടീ വഴി മൊത്തം ബ്ലോക്ക് നഷ്ടക്കച്ചവടക്കാരെ കൊണ്ടീ വഴി മൊത്തം ബ്ലോക്ക് ഇഷ്ക് 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 ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക് ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക് മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക് മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക് ഇവൻ അല്ലാഹനെ കിട്ടൽ റിസ്ക് ഇഷ്ക് 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 ഉള്ളറിയാതെ തൊള്ള തുറന്നാൽ ഉള്ളറിയാതെ തൊള്ള തുറന്നാൽ കിട്ടും മനുഷ്യന് പ്രാക്ക് ഊതി നിറച്ചു വലുപ്പം കൂട്ടിയതൊക്കെയും കീറച്ചാക്ക് ഇതൊക്കെയും കീറച്ചാക്ക് ഇഷ്ക് 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 ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക് ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക് ഇന്നവനാരായാലും സ്നേഹിക്കാൻ നബി ചൊല്ലി ആ സ്നേഹിക്കാൻ നബി ചൊല്ലി ഇന്നാലില്ല എന്നോ നമ്മൾ തെരുവിൽ തമ്മിൽ തല്ലി ഇന്നാലില്ല എന്നോ നമ്മൾ തെരുവിൽ തമ്മിൽ തല്ലി മനസ്സറിയാതെ നാവിൽ വിളയും വാക്കാണാളെ കൊല്ലി മനസ്സറിയാതെ നാവിൽ വിളയും വാക്കാണാളെ കൊല്ലി മനുഷ്യനെ കണ്ടറിയാത്തവർ പോട്ടട കല്ലി വല്ലി മനുഷ്യനെ കണ്ടറിയാത്തവർ ഫോണിൽ പോട്ടട കല്ലി വല്ലി ഇഷ്ക് 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 ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക് ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക് 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 ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടുകൂടി ജനറൽ വിഭാഗം ഭക്തിഗീത് മത്സരം അവസാനിച്ചിരിക്കുന്നു. ഇനി വേദി ഒന്നിൽ സബ് ജൂനിയർ വിഭാഗം സ്റ്റോറി ടെല്ലിംഗ് മത്സരത്തിനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് ലോട്ട് സ്വീകരിക്കേണ്ടതാണ്. വേദി മൂന്നിൽ നടക്കുന്ന സീനിയർ വിഭാഗം കവിത അവതരണത്തിലുള്ള 2 മത്സരാർത്ഥികൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം മത്സരം ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് വേദി 3-ൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.
വേദി 3-ൽ സീനിയർ വിഭാഗം കവിത അവതരണം കഴിഞ്ഞാൽ ഉടൻ ജൂനിയർ വിഭാഗം സ്പെല്ലിംഗ് ബി മത്സരം നടക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ തയ്യാറായി നിൽക്കുക. Judges, please note code letter A on the stage. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാം. മനുഷ്യൻ ഉള്ള കാലത്തോളം കഥകളുമുണ്ട്. കുഞ്ഞുങ്ങളായിരിക്കെ അന്ന് ഉമ്മമാരിൽ നിന്നും ഉമ്മൂമ്മമാരിൽ നിന്നും കഥകൾ കേട്ട് ഉണ്ടും ഉറങ്ങിയും വളരുന്ന ബാല്യം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ കഥകളിലും ഒരു ഗുണപാഠമുണ്ട്. ബദർ ഇതിഹാസങ്ങളുടെ രണഭൂമി, ആയുധങ്ങളുടെ ഒന്നാം ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിൽ ചിൽ ചിൽ. ഇരു സൈന്യവും തയ്യാറായി കഴിഞ്ഞു. ഇരുസൈന്യം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് മുസ്ലിം സൈന്യവും മറുവശത്ത് അമുസ്ലിം സൈന്യവും. മുസ്ലിം സൈന്യത്തിൻ്റെ നേതാവാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി എന്ത് ചെയ്തെന്നോ? എല്ലാവർക്കും നിർദ്ദേശം നൽകി, അണികളുടെ സഫ് ശരിയാക്കി. അപ്പോൾ അണികളുടെ സഫ് ശരിയാക്കുന്ന സമയമായിരുന്നു. എല്ലാവരും സഫ് ശരിയായി നിന്നു. പക്ഷേ ഒരാൾ മാത്രം സഫ് തെറ്റിച്ചു നിൽക്കുന്നു. നബി നോക്കി, ആരാണത്? അപ്പോൾ കണ്ടതോ നമ്മുടെ സവാദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി എന്ത് ചെയ്തെന്നോ? സവാദ് റളിയല്ലാഹു അൻഹുവിനെ ഒരൊറ്റ തട്ട് തട്ടി. നബി പറഞ്ഞു, സഫ് ശരിയായി നിൽക്കാൻ കൽപ്പിച്ചു. സവാദ് റളിയല്ലാഹു അൻഹുവിന് അല്പം വേദനിച്ചു. സവാദ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പറഞ്ഞു, നബിയെ, അങ്ങ് എൻ്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ഉദരം വല്ലാതെ വേദനിച്ചു. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു തരാമെങ്കിൽ എനിക്ക് പ്രതികാരം ചെയ്യണം. എന്ത്? നബിയോട് പ്രതികാരം ചെയ്യാനോ? സ്വഹാബികൾ ഉത്കണ്ഠരായി. അപ്പോഴും നമ്മുടെ ശാന്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ വെച്ച് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. സവാദ് റളിയല്ലാഹു അൻഹുവിക്ക് അപ്പോഴും പരാതി തന്നെ പരാതി. നബിയെ, അങ്ങ് എൻ്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ഉദരത്തിൽ വസ്ത്രമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടിരണമെങ്കിൽ അങ്ങയുടെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കണം. എന്ത്? നബിയുടെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കാനോ? സ്വഹാബികളുടെ മുഖം ചുവന്നു തുടുത്തു. കൂട്ടത്തിൽ കേമനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ വാളിലേക്ക് കുതിച്ചു. അപ്പോഴും നമ്മുടെ ശാന്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കി. സവാദ് റളിയല്ലാഹു അൻഹു സ്വയം പറഞ്ഞു, നാദാ, താൻ എന്തൊരു പാപിയാണ്, എനിക്ക് പ്രതികാരം ചെയ്യാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് നബിയെ കെട്ടിപ്പിടിച്ച് ചുംബനത്തോടെ ചുംബനം. ഇത് കണ്ട് നബി ചോദിച്ചു, സവാദ്, എന്താണിത്? എന്താ കാണിക്കുന്നത്? അപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
നബിയെ, അങ്ങയെ ചുപ്പിക്കാനോ അങ്ങേക്ക് ഉപകാരം ചെയ്യാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല നബിയെ. അതുകൊണ്ട് ചെയ്തതാണ് നബിയെ, അങ്ങ് എന്നോട് പൊറുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈകൾ ഉയർത്തിപ്പിടിച്ച് സവാദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ രംഗം കണ്ട സ്വഹാബികൾ ചന്ദനായി. നോക്കൂ കൂട്ടുകാരെ, സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര സ്നേഹിക്കുന്നു. ഇതുപോലെ നമ്മുടെ മുത്തുനബിയെ നമ്മളും സ്നേഹിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുകഥ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Next call letter B on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ വർഷം കൂടുന്തോറും നടക്കുന്ന ഈ മാത്തോമറി ഫെസ്റ്റിൽ ഞാനും നിങ്ങളോടൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് പാൽപാത്രം നിരസിച്ച പ്രണയം. ദാറുൽ അർഖമിൻ്റെ ജനൽപ്പാളയിലൂടെ അബൂബക്കർ റളിയല്ലാഹു പുറത്തേക്ക് നോക്കി. ആകാശം മുതച്ച് കുന്നുകൾ എല്ലാം മറന്നുറങ്ങുകയാണ്. ഒരു കൊച്ചു കുട്ടിയെ പോലെ ജനൽപ്പാളത്തിലൂടെ തണുത്ത കാറ്റ് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു. വെളുത്ത മേഘങ്ങൾക്കും നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തുണ്ടയിൽ അബൂബക്കറിന്റെ ചിന്തകൾ മേനു നടന്നു. ആകാശം പതുക്കെ നിറം മാറാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയ പുലരിയിലേക്കുള്ള പുറപ്പാടാണ്. പുലരിയവർ വരവേറ്റിക്കൊണ്ട് കിളികൾ പ്രഭാതഗീതം പാടുന്നു. ഓ, എന്തൊരു പ്രശാന്തത! ആ സൗന്ദര്യത്തിൽ എല്ലാം മറന്ന അബൂബക്കർ ലയിച്ചു പോയി. മക്കയിൽ ഉദിച്ച സത്യത്തിന്റെ ഉത്സവം ദാറുൽ അർഖമിന്റെ പുറത്തേക്ക് പ്രസവിക്കണം. മക്ക അത് ഏറ്റെടുക്കും. മക്കയിൽ നിന്ന് പുതിയ പ്രഭാതം ഉദിച്ചുയരും. ആർക്കാണ് വെളിച്ചം തലനിർത്താനാവുക? അബൂബക്കറിന്റെ ചിന്തകൾക്ക് തീ പിടിക്കുകയാണ്. നാം പറയുന്നത് സത്യമാണ്. അത് മൂടി വെക്കുന്നത് എന്തിനാ? അത് പരസ്യമാക്കുക തന്നെ വേണം. ഒടുവിൽ എന്തോ തീരുമാനിച്ചുറച്ച പോലെ അബൂബക്കർ റളിയല്ലാഹു മുത്തുനബിയുടെ അടുത്തേക്ക് ചെന്നു. ശബ്ദം താഴ്ത്തി, എന്നാൽ കുറച്ചു ശബ്ദത്തിൽ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു തുടങ്ങി, നബിയെ, നമുക്ക് കഅബയിൽ ചെന്ന് പരസ്യമായി അള്ളാഹുവിനെ കുറിച്ച് പറയണം. ഒടുവിൽ സിദ്ദീഖ് തങ്ങളുടെ നിർമ്മത്തിൽ വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി പ്രബോധനം നടത്താൻ അനുമതി കൊടുത്തു. ഉറച്ച മനസ്സോടെ ധീരമായ ചുവടുവെപ്പുകളോടെ അബൂബക്കർ റളിയല്ലാഹു കഅബയിലേക്ക് നടന്നു. തൊട്ടു പിറകിലെ പ്രവാചകൻ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് തനിക്കായിരിക്കാം എന്ന ചിന്തയാണ് സിദ്ദീഖ് തങ്ങളെ മുന്നിൽ നടക്കാൻ പ്രേരിപ്പിച്ചത്. പ്രമാണിമാരും ധിക്കാരികളും ഗോത്ര നേതാക്കളും ശിങ്കടിയുമെല്ലാം ഒരുമിച്ചിരിക്കുന്ന വെടി വട്ടത്തിലേക്കാണ് അവരെ ആരെയും പേടിക്കാതെ അബൂബക്കർ റളിയല്ലാഹു കടന്നു ചെന്നത്. ഇസ്ലാമിന് വേണ്ടി സർവസ്വം സമർപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു ആരെ എന്തിനു ഭയപ്പെടണം? ഗംഭീര മത്സരത്തിൽ അബൂബക്കർ റളിയല്ലാഹു വിളിച്ചു പറഞ്ഞു, ഏ ഖുറൈശികളെ, കേട്ടുകൊള്ളുക. ആരാധകരായവൻ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു മാത്രമാണ്. അതിനല്ലാതെ മറ്റാരെയും നിങ്ങൾ വണങ്ങരുത്. നിങ്ങൾ അധർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകനെ പിൻപറ്റി ചെയ്യുക. അദ്ദേഹത്തിന്റെ സംസാരം ആ പ്രമാണിമാർക്ക് ഒട്ടും രസിച്ചില്ല. തങ്ങളുടെ മുന്നൊന്ന് ആളാകിയ അതൊരിക്കലും അനുവദിച്ചുകൂടാ. മുഹമ്മദിനെയും പുത്തൻ പ്രസ്ഥാനത്തെയും എങ്ങനെ നശിപ്പിക്കണമെന്ന് ആലോചിച്ചു കേൾക്കുന്നവർ. അപ്പോഴാണ് ഇതിന്റെ ഉപദേശം. ഖുറൈശി തലന്മാർക്ക് കലി കയറി. വിടരുതവനെ! കൂട്ടത്തിൽ ആരോ വിളിച്ചേറി. പിന്നെ മുന്നും പിന്നും നോട്ടം ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി അബൂബക്കറിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ആ ധിക്കാരികളാൽ കൂട്ടം അബൂബക്കറിന്മേൽ പാഞ്ഞു കയറി. ഒരാൾ ആഞ്ഞടിച്ചു കയറ്റിയ മെദ്ദുടി കൊണ്ട് മുഖത്ത് ആഞ്ഞടിച്ചു. ശരീരം രക്തം കൊണ്ട് ചുവന്നു. പരിശുദ്ധരായ റസൂലിന്റെ ഇഷ്ദോൻ തറയിൽ വീണി കിടക്കുകയാണ്. മകന്റെ ദയനീയ സ്ഥാണ്ട് സൽമാബിയുടെ മികളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. തന്നെ മകൻ കണ്ണുനീർക്കുന്നത് ഉമ്മ കാത്തിരുന്നു. 3 ദിവസത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു കണ്ണു തുറന്നു. അതും പ്രതീക്ഷിക്കുകയായിരുന്ന ഉമ്മ. അവർ കയ്യിൽ കരുതിയ പാൽപാത്രം നീട്ടി
മോനെ കുടിക്കൂ. അബൂബക്കർ പറഞ്ഞു, വരണ്ട ചുണ്ടുകൾ നാഗോണി നനച്ചു. എനിക്ക് വേണ്ട, എൻ്റെ നബിക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ ഞാൻ വെള്ളം കുടിക്കില്ല. എവിടെ പ്രവാചകൻ? എനിക്ക് എൻ്റെ നബിയെ കാണണം. കൊച്ചുകുട്ടികളെ പോലെ അബൂബക്കർ വന്നു വാശി പിടിച്ചു. അദ്ദേഹത്തിന് വാശിയോട് മത്സരിക്കാൻ അവർക്കാവില്ലായിരുന്നു. ഒടുവിൽ ഉമ്മയുടെയും സഹോദരിയുടെയും ചുമലിൽ തൂങ്ങി അബൂബക്കർ വന്നു ദാറുൽ അർഖമിലെത്തി. നബിയെ കണ്ടു. ഇനി ആ പാൽപാത്രം തരൂ, കുടിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതരായി ഇരിക്കുന്നുണ്ടെന്നപ്പോൾ അദ്ദേഹം സംതൃപ്തിയോടെ ഉമ്മയിൽ നിന്ന് പാൽപാത്രം വാങ്ങി കുടിച്ചു. നബിയോടുള്ള സ്നേഹം അബൂബക്കറിന്റെ ചിന്തയിൽ അലിഞ്ഞു ചേർന്നിരുന്നു. നമുക്ക് മനസ്സിലായില്ലേ? എന്നാൽ എന്തൊക്കെ നിർത്താട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next, call letter C on the stage. Judges, please note. Call letter C on the stage. അസ്സലാമലൈക്കും. ഇഷ് നബീറാനെ ഇങ്ങോട്ട് വാ. ആ എന്നോട് എന്നെ ഇങ്ങോട്ട് വരാന്. ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ വേണ്ട ജിപ്പാടിരുന്നോ. എത്ര ഞാൻ സലാം പറഞ്ഞാക്ക അപ്പൊ ഒരു തിരക്ക്. ഞാനേ അന്നത്തെ പോയി ബടായി കഥയായിട്ടല്ല വന്നേ, അല്ല ഒന്നാം തരം കഥയായിട്ട് തന്നെ വന്നേ. അനക്ക് എന്തൊരു പുച്ഛം. അനക്ക് ആ കുഞ്ഞമ്മദാജിനെ അറിയോ? എന്റെ പണ്ടത്തെ പള്ളി പ്രസിഡന്റ് കുഞ്ഞമ്മദാജി അല്ല, ഇതേ ഇന്ത്യന്റെ സ്വാതന്ത്ര്യ സമര സേനാനി വാര്യംകുന്നത്തെ കുഞ്ഞമ്മദാജി. അനക്ക് അറിയോന്നാ ചോദിച്ചേ. എന്തേ അറിയില്ലേ? എന്നാ ഞാൻ പറഞ്ഞ ഞങ്ങക്ക് ലോകത്തിലെ 1/3 ഭാഗം പിടിച്ചെടുക്കിയതാ ബ്രിട്ടീഷുകാരെ ഉറക്കം കടത്തിയാളാ മൂപ്പര്. ഹാജരെ എല്ലാവരും മൈസൂരിലെ സൈനികരായിരുന്നു. അതിനാൽ തന്നെ ഹാജരെ ജന്മശത്രുക്കളായിരുന്നു ഈ ബ്രിട്ടീഷുകാര്. കാൽചക്രം മുന്നോട്ട് കറങ്ങി. ഹാജര് ഖിലാഫത്ത് നേടിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് എണ്ണാൻ പറ്റിയ മാർച്ചും സമരവും ഒക്കെ അന്നുണ്ടായിനി. അങ്ങനെ ബ്രിട്ടീഷുകാര് ഉറക്കം കെട്ടോയി. അങ്ങനത്തെ ഒക്കെ സമരം ഇനി അന്ന്. അങ്ങനെ ബ്രിട്ടീഷുകാര് മലബാറിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി. പിന്നൊരു കാര്യേ, ഓലോടെ വയിലേ പുല്ല് മുളച്ചില്ലെന്നാ കേട്ടത്. ഹാജരെ ബ്രിട്ടീഷുകാർ പോയി തക്കം നോക്കിയേ. ഹാജരും കൂട്ടനുണ്ടാക്കി മലയാളം എന്ന പേരിൽ വലിയൊരു നാടകമുണ്ടാക്കി. അങ്ങനെ ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്ന് രാജ്യം സദ്യ വെച്ചത് കാറ്റ് തീ പോലെ ലോകം മൊത്തം കടറിഞ്ഞ്. പിന്നൊരു കാര്യം, ഓലെ ഹാജർ രോമത്ത് പോലെ തൊടാൻ കഴിഞ്ഞില്ല എന്നാ. കാരണം അമ്മാതിരി രാജ്യല്ലേ. പട്ടാളത്തിന് പട്ടാളം, 1000-1000, ഉദ്യോഗസ്ഥന്മാരും, ചുരുക്കം പറഞ്ഞ ഒരു ചോറ് രാജ്യം തന്നെ. അങ്ങനെ ഒരു ആക്രമണം വെച്ചാതായപ്പോൾ ഒരു പണി മാറ്റി പിടിച്ചു. ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എത്ര നബീറാനെ വർഗീയ കലാപം പറഞ്ഞാൽ എന്താണെന്നറിയോ? വർഗീയ കലാപം പറഞ്ഞാലേ തമ്മിൽ തല്ലിപ്പിക്കലോ. അതന്നെ, മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിപ്പിക്ക. എന്നാലേ ഐക്യ മഹാപണം മനസ്സിലാക്കിയ മലബാരത്തെ ഓലെ തന്ത്രം നൈസായി നങ്ങ് മുട്ടി. അങ്ങനെ ഗത്യന്തരില്ലാതപ്പോൾ ഓലെന്താക്കി പണി മാറ്റി പിടിച്ചു. ഓല് വജർച്ച ഉണ്ടാക്കാൻ ശ്രമിച്ചേ. വജർച്ച വെച്ച ചാല പുണ്ണക്കാക്കി വെക്കണ്ട ചങ്ങായിയെ. അതെ ചതിയാടോ, നല്ല ഒന്നാം തരം ചതി. ഹാജർ ഒരിസേ നിസ്കരിച്ചാൻ പോയി. ആ തക്കം നോക്കി ബ്രിട്ടീഷുകാർ വന്നേ. അങ്ങനെ ഹാജർ ആയുധങ്ങളൊക്കെ ഉള്ള ആ മുസ്ലിമിന്റെ അടുത്തുണ്ടായിനി. ആ മുസ്ലിം പറഞ്ഞത് കേട്ടെ ബ്രിട്ടീഷുകാര് വാര്യംകുന്നത്ത് മൊത്തം കണ്ടു വന്ന്. അങ്ങനെ കോട്ടക്കുന്നത്ത് തോക്കും പിടിച്ചിരിക്കുന്ന പട്ടാളത്തോടെ ഹാജര് പറയാ, ധൈര്യണ്ട് നെഞ്ചത്തേക്ക് വേട്ടിയക്കടോ, ഇങ്ങ് കാണാണ്ട തറച്ചു കയറണേ. ഇതാ പറഞ്ഞേ നബീറാനെ, മൂപ്പര് 1.5 മുതൽ തന്നെയാണെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങക്ക്? എന്നാ ശരി, അസ്സലാമലൈക്കും. Next, call letter D on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊരു കഥ പറയാനാണ് വന്നത്. മാന്യ സദസ്സിന് സ്നേഹാഭിവാദ്യങ്ങൾ. മുത്തുനബി ഇല്ലാത്ത മദീന മണ്ണിൽ ഞാൻ എങ്ങനെ വസിക്കും? വഫാത്തിന്റെ വ്യതയിൽ മദീന ഒന്നാകെ പെയ്തൊഴിഞ്ഞ നേരം, പ്രകാശം പോയി മറ രാവിൽ അന്ന് ആരെയും ഇത്ര തകിയെത്തിയില്ല. അവർ എങ്ങനെ ഉറങ്ങും?
ശ്രവണസുന്ദരമായ ബാങ്കോലി കേട്ട് പുളകം അണിഞ്ഞ പവിത്രമായ മദീന മണ്ണിൽ ആ മണ്ണും മിണ്ണും തേഞ്ഞുപോയ നേരം ബിലാൽ റളിയല്ലാഹു അൻഹുവിന് തീരെ താങ്ങാനായില്ല. മനം നിറയെ കണ്ടും കരളുകുളിരെ കേട്ടും ആവോളം വഴങ്ങിയും പ്രവാചകരോട് പിരിച്ചപ്പെട്ട നാളുകൾക്ക് തിരശീല വീഴുകയാണല്ലോ. ഇല്ല, തിരുനബി ഇല്ലാത്ത മദീന മണ്ണിൽ ഇനി എനിക്ക് പാർക്കാനാവില്ല. നക്ഷത്രങ്ങൾ കണ്ണു ചുംബിയ ആ രാവിൽ, രാക്കുയിൽ പാട്ട് നിർത്തിയ ആ നാളിൽ, പൂനിലോ പുഞ്ചിരി ഒഴിഞ്ഞ ആ വേളയിൽ ഞാൻ ആർക്കു വേണ്ടി ഇനി ബാങ്ക് വിളിക്കും? മാനത്തങ്ങി ചോപ്പുമാന നേരം ബിലാൽ റളിയല്ലാഹു അൻഹു ഡമസ്കസിലേക്ക് യാത്രയായി. ആരോടും ഒന്നും ഉരിയാടാതെ നീലവിഹാസിന്റെ തായ് ഹരിതകയത്തിൽ ഈന്തപ്പനയുടെ ശീലത ചെയ്യൽ മയങ്ങുന്ന ഹബീബിന്റെ മണ്ണിൽ എത്താൻ ആദ്യപ്പെടുത്തേറിയ രാവിലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു ബിലാലിന്റെ കനവിൽ. ഇതെന്തൊരു പിണക്കമാ ബിലാലെ! കനവിൽ ഹബീബ് വിരുന്നു വന്ന നേരം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉറക്കം കലാശിച്ചില്ല. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് കൂട്ടുകാരെ? പ്രണയത്തിന്റെ പൂഞ്ചോലയിൽ ഹബീബ് വന്നപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശിരകൾ കസിച്ചു. തീഷ്ണമായ ഭാരാവിഷയത്തിൽ ഹബീബ് വന്നപ്പോൾ സന്തോഷം ആല തല്ലി. തിരുറൗളയുടെ ചാരത്ത് ചെന്ന് മണൽക്കട്ടയിൽ കിടന്നുരുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഈ രംഗം കണ്ട സ്വഹാബികൾ ബിലാലിനെ സമാധാനിപ്പിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഓടിച്ചെന്ന് ബിലാലിനെ വാരിപ്പുണർന്നു. പുണ്യമദീനയിൽ ഹബീബ് ഉണ്ടായിരുന്ന പുഷ്കളകാലം തിരിച്ചു വന്നതുപോലെ അനുഭവപ്പെട്ടു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിനരുദ്ധരായി. അവർ ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. ഒഴിഞ്ഞു മാറാൻ പല കരുത്തിലും ബിലാൽ ശ്രമിച്ചു. എങ്കിലും മുത്തുനബിയുടെ കരളിന്റെ തുടിപ്പായ ഫാത്തിമ ബിയുടെ 2 റോസാപ്പൂക്കളായ മക്കളാണല്ലോ അവർ. അത് ഞാനെങ്ങനെ നിരസിക്കും? ഒടുവിൽ അത് സംഭവിച്ചു. മദീനയിൽ കാറ്റുകളെ സുരലയങ്ങളെ ഏതാനും മരങ്ങളിലേക്കും വീട്ടിലേക്കും എത്തിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തൗഹീദിന്റെ അമരധ്വനി മദീനയിലേക്ക് ഇറങ്ങിയപ്പോൾ ഹർഷ് പുലകമായി. ഇനി ഷഹാദത്തിന്റെ വചനങ്ങളാണ് ഉരുവിടാനുള്ളത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചുണ്ട് മുത്തം തരുന്ന മുഹമ്മദ് എന്ന വാക്കിലേക്ക് തന്റെ നാദവിസ്മയത്തെ ചേർക്കുമ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹു പ്രജ്ഞയേറ്റു വീണുപോയി. മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിൽ കരഞ്ഞു. അന്ന് മദീന മണ്ണും മിണ്ണും. തിരുനബിയുടെ വഫാത്തിന് ശേഷം ഇത്രയേറെ കരഞ്ഞൊരു മറ്റൊരു രംഗം ഉണ്ടായില്ല. ആ ബാങ്ക് കേട്ട് സ്ത്രീകൾ വീടകങ്ങളിൽ നിന്ന് വിസ്മയത്തോടെ പുറത്തേക്ക് വന്നു. പൊട്ടിക്കരയിച്ച ആ ബാങ്കൊലിയിലൂടെ മദീനത്തു റസൂൽ സുരഭിലമായ സ്മൃതിയിൽ ശോകം ഹൂകമായി. എങ്കിലും ഗ്രഹാതുരമായ ഗതാകാലത്തിലേക്ക് വിലയം കൊള്ളുകയായിരുന്നല്ലോ. ആ അനർഘ നിമിഷങ്ങളിൽ മദീനയൊന്ന് അണയാൻ, തിരുനബിയെ കനവിലൊന്ന് കാണാൻ വിധി കൂട്ടണേ നാദാ. ഇത്രയും കറന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Next, correlator E on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സ്നേഹധന്യരായ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഒരു കഥ പറയാനാണ്. ചരിത്ര പ്രസിദ്ധമായ ഹിജ്റക്ക് മുമ്പുണ്ടായ ചരിത്ര പുസ്തകത്തിലെ ചെറിയൊരു ഏട്. കഥയുടെ പേര് പ്രവാചകർ, പ്രശ്നപരിഹാരങ്ങളുടെ കോടതി. പണ്ട് മക്കയിലുണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിൽ കഅബക്ക് കേടുപാടുകൾ പറ്റിയിരുന്നു. മക്കക്കാർ അത് പുതുക്കി പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ പണി തുടങ്ങി. ചിലർ കല്ല് കൊണ്ടുവരികയും മറ്റു ചിലർ മണ്ണ് കൊണ്ടുവരികയും മറ്റു ചിലർ പണിയെടുക്കുന്നവർക്ക് ഭക്ഷണം പാചകം ചെയ്യുകയും പടുത്തുകാർ മനോഹരമായി പടുത്തുയർത്തുകയും ചെയ്തു. അങ്ങനെ അവസാനത്തിലെത്തി. ഇനിയാണ് നമ്മുടെ കഥയുടെ ക്ലൈമാക്സ്. കഅബയിലുണ്ടായിരുന്ന സ്വർഗീയ കല്ലായ ഹജറുൽ അസ്വദ് ഇനി ആര് വെക്കും എന്നതിൽ തർക്കമായി. ഞാൻ വെക്കും എന്ന് ഓരോരുത്തരും പറഞ്ഞു. പക്ഷെ ആരും സമ്മതിച്ചില്ല. അങ്ങനെ തർക്കം മൂർച്ച കൂടി.
അവസാനം അവരിലുണ്ടായിരുന്ന മൂത്തയാൾ പറഞ്ഞു, ഇനി ആരാണോ കഅബയിൽ ആദ്യം വരുന്നത് അയാളുടെ തീരുമാനം പോലെ. അങ്ങനെ ഏവരും കാത്തിരുന്നു. അതാ വരുന്നു ഒരാൾ. അതാരാ? അടുത്തെത്തിയപ്പോഴല്ലേ മനസ്സിലായത് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അങ്ങനെ അവർ കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു ഷാൾ കൊണ്ടുവരാൻ നബി ആവശ്യപ്പെട്ടു. അങ്ങനെ അതിൽ അർജറുൽ അസ്വദ് വെക്കുകയും ചെയ്തു. എന്നിട്ട് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് അവർ ഓരോ മൂലയിലും പിടിച്ചു വെക്കുകയും ചെയ്തു. എന്നിട്ട് നബിയുടെ സ്വന്തം കൈ കൊണ്ട് അത് എടുത്തു വെക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് നബിയുടെ സ്വഭാവം മനസ്സിലാക്കാം. ഈ സ്വഭാവമാണ് നമുക്കും വേണ്ടത്. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Judges, please note code letter F on the stage. അസ്സലാമു അലൈക്കും. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എൻ്റെ ഹബീബിങ്ങളോട് ഞാനൊരു കഥ പറഞ്ഞു തരാം. ഈ കഥ നടന്നത് അങ്ങ് മക്കയിലാണ് കേട്ടോ. ഇന്ന് നമുക്ക് കഥ തുടങ്ങല്ലേ. യമനിലെ സുബൈദ് ഗോത്രത്തിലെ ഒരു യുവ കർഷകൻ 3 മുന്തി ഒട്ടകങ്ങളുമായി ചന്തയിലെത്തിയതാണ്. ലക്ഷണമൊത്തം ഒട്ടകങ്ങൾ ചുട്ടപ്പം പോലെ ചെലവാവുന്ന അനുഭവമാണ് അയാൾക്കുള്ളത്. ഇന്നെന്തു പറ്റി? രാവിലെ ഒരാൾ വില പറഞ്ഞു പോയതാണ്. ഉച്ചയായി, സന്ധ്യയായി, ചന്ത അവസാനിക്കായി. എന്നിട്ടും ഈ വില പറഞ്ഞ ആളെ കാണാനില്ല. ഇയാൾ സന്ധ്യയെ ഭയന്നു. ഇനി ഞാൻ എങ്ങനെ ചന്തക്കൂലി കൊടുക്കും? ഇയാൾ അങ്ങനെ ഈ ഒട്ടകങ്ങൾക്ക് കണ്ണേറ് പറ്റിയതാക്കാമെന്ന് വിചാരിച്ച് മന്ത്രവാദികളെ സമീപിക്കാം എന്ന് വിചാരിച്ചു. അതിനു മുന്നേ ഒരു കച്ചവടക്കാരനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ കച്ചവടക്കാരൻ പറഞ്ഞു, ഇത് കണ്ണേറ് പറ്റിയതല്ല, ഈ ഒട്ടകങ്ങൾക്ക് വില പറഞ്ഞത് അബുലക്കമാണ്. അബുലക്കം പറഞ്ഞ വിലയുടെ മുകളിൽ വില പറഞ്ഞാൽ വിലയും ആ മൃഗവും നഷ്ടപ്പെട്ടത് തന്നെ. ചുളുവിൽ തൻ്റെ ഒട്ടകങ്ങൾ കൈക്കലാക്കാനുള്ള മാർഗമായിരുന്നു അയാളുടേത്. ആ മൂലക്കയിൽ ആ ഒട്ടകങ്ങളെ കൊണ്ടുപോയി ഒട്ടകങ്ങൾക്ക് കാൽ തറയിട്ടു, പുല്ലിട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ അങ്ങ് മക്കയിലേക്ക് കുറെ മാസങ്ങൾ സഞ്ചരിച്ച് മക്കയിലെത്തി. മക്കയിലെ കാബ 3 റൗണ്ട് വണ്ടി 2 കൈയും ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഓ ഖുറൈശികളെ, നിങ്ങൾ ഞങ്ങളുടെ ഒട്ടകങ്ങളെയും വിലയും നിങ്ങൾ എടുത്താൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഇത് കേട്ടതും കുറെ മനുഷ്യരതാ അവിടെ കൂട്ടം കൂടിയിരിക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവരെല്ലാം പോയി. എന്താണെന്നറിയാമോ കൂട്ടുകാരെ? അവിടെ അബുലക്കം വന്നിരുന്നു. അബുലക്കമിനെ പേടിച്ച് അവരെല്ലാം പോയതായിരുന്നു. ഇത് സഹിക്കാനാകാതെ പിന്നെയും കാബ ചുറ്റാൻ തുടങ്ങി. അങ്ങനെ അതാ ആ ദൂരയിൽ ഒരു നേതാവും കുറച്ചു സഹാബാക്കളും. ഈ മനുഷ്യൻ അറിയില്ലായിരുന്നു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന്. അങ്ങനെ നേതാവിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ 3 മാസം താണ്ടിയാണ് ഇവിടെ എത്തിയത്. എൻ്റെ ഒട്ടകങ്ങളും വിലയും അബുലക്കമിൻ്റെ കയ്യിലാണ്. എനിക്ക് സഹായം വേണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബുലക്കമിൻ്റെ അടുത്തേക്ക് പോയി. ഓ അബുലക്കം, ഈ ഒട്ടകങ്ങൾക്ക് എത്ര വിലയാകും? അബുലക്കം പറഞ്ഞു, ഈ ഒട്ടകങ്ങൾക്ക് 100 ദിർഹമാണ്. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഓ അബുലക്കം, 100 ദിർഹം ഞാൻ പിന്നീട് തന്നാ പോരെയോ? അബുലക്കമിന് സമ്മതം. അങ്ങനെ ഈ യുവ കർഷകൻ ഒട്ടകങ്ങളുമായി ചന്തയിലെത്തി. അങ്ങനെ ഒട്ടകങ്ങൾ വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഒട്ടകങ്ങൾ വിറ്റ് കിട്ടിയ പൈസയും കൊണ്ട് അതാ ആ മലയിലെത്തി. മലയിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എല്ലാവർക്കും പണം വീതിച്ചു നൽകി. എന്നിട്ട് ഈ യുവ കർഷകൻ നല്ലൊരു മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാ ദിവസവും എല്ലാ നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒപ്പം നടക്കുമായിരുന്നു. ഹലോ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും സഹകരിക്കുമായിരുന്നു. അതേപോലെയാകണം നാം എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇതോടുകൂടെ സബ് ജൂനിയർ വിഭാഗം സ്റ്റോറി ടെല്ലിംഗ് അവസാനിച്ചിരിക്കുന്നു.
ഇനി വേദി 1-ൽ സീനിയർ വിഭാഗം മദ്ഹ് ഗാന മത്സരമാണ്. മത്സരത്തിനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. വേദി 1-ൽ സീനിയർ വിഭാഗം മദ്ഹ് ഗാന മത്സരത്തിനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് ലോട്ട് സ്വീകരിക്കേണ്ടതാണ്. സത്യമതത്തിൻ നൂറൊളിമുത്തിൻ സുന്ദരദീനിൻ സാരം. സത്യമതത്തിൻ നൂറൊളിമുത്തിൻ സുന്ദരദീനിൻ സാരം. ഏതാനും ചില മത്സരഫലങ്ങൾ പുറത്തുവരുന്നു. സ്റ്റോറി മേക്കിംഗ് മലയാളം. തേർഡ് പ്രൈസ് ഗോസ് ടു 208 ഹാമിസ് ടീം സമർഖാൻ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു 107 ആദിൽ ടീം ഖുദൂസ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 207 മിഷാൽ PK ടീം സമർഖാൻഡ്. Pencil drawing. Third prize goes to 112 Adil K team Qudus. Second prize goes to 309 Shifin team Samarkand. First prize goes to 208 Hamiz team Samarkand. Essay English. Third prize goes to 103 Irshad CB team Qudus. Second prize goes to 209 Shifin team Samarkand. First prize goes to 204 Ajisal K team Samarkand. Video grasping English. Third prize goes to 209 Shifin team Samarkand. Second prize goes to 307 Ayman Shan team Kurtuba. First prize goes to 204 Ajisal K team Samarkand. World Fine English. Third prize goes to 204 Ajisal K Samarkand. Second prize goes to 105 Tamim team Qudus. First prize goes to 209 Shifin team Samarkand. Essay Arabic. Third prize goes to 101 Uwais team Qudus. Second prize goes to 205 Zayan team Samarkand. First prize goes to 202 Adil PK team Samarkand. Story making Arabic. Third prize goes to 101 Uwais team Qudus. Second prize goes to 205 Zayan team Samarkand. First prize goes to 202 Adil PK team Samarkand. അറിവും നിറവും അദബും അഖിലും നാഥ നൽകണേ. അറിവും നിറവും അദബും അഖിലും നാഥ നൽകണേ. സത്യമതത്തിൻ നൂറൊളിമുത്തിൻ സുന്ദരദീനിൻ സാരം. സത്യമതത്തിൻ നൂറൊളിമുത്തിൻ സുന്ദരദീനിൻ സാരം. പൂനബി മൊഴി പാരിലാകെ നിറഞ്ഞു.
മഹത്തര ചരിതങ്ങൾ രചിച്ചിടും സമസ്ത ഇതാ സത്യമതത്തിൻ നൂറൊളി മുത്തിൻ സുന്ദര ദീനിൻ സാരം സത്യമതത്തിൻ നൂറൊളി മുത്തിൻ സുന്ദര ദീനിൻ സാരം. വേദിയിൽ സീനിയർ വിഭാഗം മധുഗാന മത്സരം ആരംഭിക്കുന്നു. മത്സരാർത്ഥികൾ സ്റ്റേജിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാറ് മറഞ്ഞൊരു കടലിൽ നേരി വരച്ചൊരു കപ്പൽ നൂറൊഴുകി നൂറഴകിൽ പാകി വെളിച്ചം ഉലകിൽ. കാറ് മറഞ്ഞൊരു കടലിൽ നേരി വരച്ചൊരു കപ്പൽ നൂറൊഴുകി നൂറഴകിൽ പാകി വെളിച്ചം ഉലകിൽ. കലികാലത്തിൻ ഇരുളുകളിൽ ഗതി മാറിയിടും പകലൊളിവിൽ കലികാലത്തിൻ ഇരുളുകളിൽ ഗതി മാറിയിടും പകലൊളിവിൽ ചേരും ചേരിൽ ചോരാതിവിടും ചരിതം ചിരിതൂക്കും. കാറ് മറഞ്ഞൊരു കടലിൽ നേരി വരച്ചൊരു കപ്പൽ നൂറൊഴുകി നൂറഴകിൽ പാകി വെളിച്ചം ഉലകിൽ. പറ്റിടും ചുവരിലാകയും സത്യവാക്യം മിനുക്കിടാം ചെന്നു ചേർന്നിടാം ചെമ്മലർത്വാഹ പിന്നിലായി അണിനിരന്നിടാം. ചേറുപറ്റിടും ചുവരിലാകയും സത്യവാക്യം മിനുക്കിടാം ചെന്നു ചേർന്നിടാം ചെമ്മലർത്വാഹ പിന്നിലായി അണിനിരന്നിടാം. തെന്നലിൽ തല്ലിയല്ലലില്ലാതെ കള്ളമായിരം തള്ളിയിടാം. സെയ്തുല്ലുലമ ചൊല്ലിടുന്ന മുഴസൽ വഴിയൊന്നുറച്ചിടാം. പറഞ്ഞു തീരാ സത്യങ്ങൾ നിറഞ്ഞു നേരിൻ ചിത്രങ്ങൾ കുറിച്ചിടാം പുതുചരിതങ്ങൾ കുറിച്ചിടാം പുതുചരിതങ്ങൾ. കാറ് മറഞ്ഞൊരു കടലിൽ നേരെ വരച്ചൊരു കപ്പൽ നൂറൊഴുകി നൂറഴകിൽ പാകി വെളിച്ചം ഉലകിൽ. കലകളിൽ അലകൾ കളകളാരവം ഫല്യുമല്യനാളുകളായി സ്വരവിരുന്ന് ഹരമായുണർന്ന് ഉണരും പറപ്പൂരിലുത്സവമായി. കലകളിൽ അലകൾ കളകളാരവം ഫല്യുമല്യനാളുകളായി സ്വരവിരുന്ന് ഹരമായുണർന്ന് ഉണരും പറപ്പൂരിലുത്സവമായി. പുതുസിത സമർക്കന്തിലും ദിമസ്കാരിലും ചരിതമോതുകയായി കുർത്തുബ മുഹാരമൊഴിഞ്ഞിടും വിജയവീതി വേരൂന്നുകയായി. പറഞ്ഞു തീരാ സത്യങ്ങൾ നിറഞ്ഞു നേരിൻ ചിത്രം. സീനിയർ വിഭാഗം മധുഗാന മത്സരം ആരംഭിക്കുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ എ ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.